ഇന്ന് നമ്മൾ കന്യാകുമാരി ടു ലഡാക്ക് ട്രിപ്പിൻ്റെ ഡേ 4 ആട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൂടുതലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്താൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ ലഡാക്ക് വരെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മുടെ ചിലവും കാര്യങ്ങളും റൂം എടുത്തതും എങ്ങനെയാണ് എത്ര ദിവസം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് വീടെത്തിയ ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം അപ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ എത്രയായി, എവിടെയൊക്കെ റൂം എടുക്കണം, എത്ര ദിവസത്തെ യാത്രയുണ്ട് എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എപ്പോഴും ഇന്ത്യക്കകത്ത് എവിടെ ട്രാവൽ ചെയ്യാനും ഏറ്റവും ബെറ്റർ സീസൺ എന്ന് പറയുന്നത്, ഒരു ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ മന്താട്ടോ. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മന്താണ്. അതായത് അധികം തണുപ്പും ഉണ്ടാകില്ല, അധികം ചൂടും ഉണ്ടാകില്ല കേട്ടോ. ഒരു സ്പ്രിംഗ് സീസൺ പോലത്തേതാട്ടോ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. തണുപ്പാണെങ്കിൽ ഒടുക്കലത്തെ തണുപ്പാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചൂട് സമയത്ത് സമ്മർ സീസണിൽ ഞാൻ വരുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കലത്തെ ചൂടാട്ടോ. 43 ഡിഗ്രി വരെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ചൂടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തൊക്കെയാണ്. പിന്നെ തണുപ്പാണ്, അത് കഴിഞ്ഞ് ഹോളി വരെയൊക്കെ തണുപ്പാണ് കേട്ടോ. പക്ഷേ ചൂട് സമയത്ത് നമ്മൾ അധികം നോർത്തിലേക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ നോർത്തിന് എന്തിനു പറയണം, സൗത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഏറ്റവും ബെറ്റർ ഓഗസ്റ്റ് സെപ്റ്റംബർ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും വേറെ എവിടെ പോകണേലും. പക്ഷേ കുട്ടികൾക്ക് സ്കൂളും ക്ലാസ്സും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുട്ടികളുള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കാരണം അവരുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ 2 months വെക്കേഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സുഖം അല്ല ഒരിക്കലും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള നാട്ടുകാരെയും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റത്തില്ല. കാറിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിൽ നമുക്ക് ഇറങ്ങാം. അവിടെ ഇപ്പോൾ 2 ദിവസം സ്റ്റേ ചെയ്യണമെന്ന് തോന്നിയാൽ സ്റ്റേ ചെയ്യാം. അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാം, അവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം. മറ്റത് നമ്മൾ എവിടെ നിന്നാണോ പോകുന്നത് നേരെ അങ്ങോട്ടേക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ നോക്കിക്കാൻ ഞങ്ങൾക്കൊരു ഹൽദി സഹിതം ഇവിടെ വന്നിട്ട് കൂടാൻ പറ്റിയേ. ഞങ്ങളിപ്പോൾ ഉത്തർപ്രദേശിലാണുള്ളത്. ഉത്തർപ്രദേശിൽ റൂം എടുത്തപ്പോൾ അവിടെ ഒരു ഹൽദി ഫംഗ്ഷൻ നടക്കുകയാണ്. അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് പ്രോത്സാഹനമൊക്കെ തന്ന് ആ ഒരു ഹൽദി ഫംഗ്ഷനിൽ പാർട്ടാവാനൊക്കെ സാധിച്ചു. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോയിരുന്നെങ്കിൽ ഇങ്ങനെ കാണാനോ കേൾക്കാനോ ഇതുപോലൊരു ഫംഗ്ഷനിൽ പാർട്ടാകാനോ ഒക്കെ പറ്റുമായിരുന്നോ. പിന്നെ അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ബൈ കാർ റോഡ് ട്രിപ്പാണ് നമ്മൾ പോകുന്നതെങ്കിൽ എല്ലാത്തിനും ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. ടോയ്ലറ്റ് നല്ല വൃത്തി ഉണ്ടാവില്ല, റൂം നല്ല വൃത്തി ഉണ്ടാവില്ല. ഒരാൾ ഇവിടെ നിന്ന് കൈ കാണിക്കുക കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ ഒരാൾ വേണം ഇത്രയും ദൂരം ഓടിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിസ്കി ഐറ്റംസും അതിൻ്റെ സൈഡിലുണ്ട് കേട്ടോ. എന്തായാലും റോഡ് ട്രിപ്പ് പൊളിയാണേ.